ഇന്ന് നമുക്ക് നല്ല മത്തി മുളകിട്ട കറി ആയാലോ. അതിനായിട്ട് ഇതാ ഇവിടെ ഒരു മൺചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് ഉലുവ പൊട്ടിച്ചെടുക്കാം. പിന്നീട് ഞാൻ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ചധികം ചുവന്നുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വേപ്പിലയും പിന്നെ ഒരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി നല്ല പോലെ ഒന്ന് വഴച്ചെടുക്കണം. പിന്നീട് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി, അതുപോലെ തന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇതും കൂടി ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നീട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് വെള്ളവും, അതുപോലെ തന്നെ കുടംപുളി വെള്ളത്തിലിട്ട് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരുന്നു, അതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരണം. അങ്ങനെ ഇതാ അവിടെ തിളച്ച് നല്ല എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മത്തി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി നല്ല പോലെ ഇതൊന്ന് കുറുകി വരണം. അതിനായിട്ട് കുറച്ച് നേരം ഈ ഗ്രേവിയിൽ കിടന്നത് തിളച്ച് വരണം. അതിലേക്ക് ഞാൻ കുറച്ച്